ശ്രീ സുഹൈൽ മൗലവി, വി പി സുഹൈൽ മൗലവി, ഇവിടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം മഹല്ല് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടിയുള്ള പ്രത്യേക ബോധവൽക്കരണം, അല്ലെങ്കിൽ പള്ളികളിൽ ഉണ്ടാകുന്ന കൂട്ടായ്മകൾ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്ന കൂട്ടായ്മകൾ, നമ്മൾ ഇതിനോടകം ഞാൻ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ മത നേതൃത്വങ്ങൾ ഇതിനെ ഇപ്പോഴും ഇതൊരു ഭീകര ത്രട്ടാണെന്നോ, അല്ലെങ്കിൽ തലമുറകളെ ഇല്ലാതാക്കി കളയുന്ന വല്ലാത്ത അവസ്ഥയാണെന്നോ, അല്ലെങ്കിൽ വീട്ടിനകത്തെ എല്ലാ കാലത്തെയും സ്വസ്ഥത നശിപ്പിച്ച് കളയുന്ന ഒരു ഭീകര സ്വത്വമാണ് ഈ പറയുന്ന ലഹരി എന്ന കാര്യം നമ്മുടെ മത നേതൃത്വം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഷുഹൈബ് മൗലവി, എങ്ങനെയാണ് മഹല്ല് കമ്മിറ്റി കേന്ദ്രീകരിച്ച്, അല്ലെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഒരു ബോധവൽക്കരണം സാധ്യമാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മതസംഘടനകളും അതുപോലെ തന്നെ സമുദായ സംഘടനകളുമൊക്കെ ഇതിൽ അനിവാര്യമായിട്ടും ക്രിയാത്മകമായി ഇടപെടേണ്ടതുണ്ട്. ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ മതം എന്നുള്ള വിഷയം വരുന്നത് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും മതവിശ്വാസികളാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജുമാക്കെങ്കിലും പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ മക്കളെ മദ്രസയിൽ ചേർത്ത് പഠിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ ആ നിലയ്ക്കെല്ലാം തന്നെ നമ്മുടെ മതപരമായ സംവിധാനങ്ങൾക്കും സമുദായ സംഘടനകൾക്കുമൊക്കെ ഈ ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ കൃത്യമായിട്ടുള്ള റോളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ പ്രഭാഷകർ, പ്രത്യേകിച്ചും ജുമാ പ്രഭാഷണത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ അവരുടെ പ്രഭാഷണങ്ങളിൽ നിരന്തരമായിട്ട് ലഹരിയെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, പിന്നീട് അതിൽ നിന്ന് അങ്ങോട്ട് വിടുകയും ചെയ്യും. അങ്ങനെയല്ല, ഇതെപ്പോഴും സമൂഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതും ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി നമ്മൾ ഈ മതപരം സമുദായപരം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പോലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഗതി എന്ന് പറയുന്നത്, ഈ യുവതലമുറയും നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ വിഭാഗം, അതുപോലെ തന്നെ ഈ പറയുന്ന കൗമാര യൗവനങ്ങളും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അകലം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ അകലം കുറക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കാതലായിട്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. വി പി സുഹൈൽ മൗലവി, ഇവിടെ ഈ മദ്രസാ പഠനം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മദ്രസയിൽ പോകുന്നതാണ്, അവിടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്, അവിടെ സിലബസ് ഒക്കെ ഉണ്ട്. ആ സിലബസിലൊരു പരിഷ്കരണം നടത്തിയാണെങ്കിലും കുട്ടികളോട്, ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ വളരെ കുഞ്ഞിലെ തന്നെ അതുങ്ങളുടെ തലച്ചോറിലേക്ക് എഴുതി വെക്കുന്ന കാര്യങ്ങൾ അതുങ്ങളുടെ ജീവിതകാലത്തുടനീളം എല്ലാ കാലത്തേക്കും ഗുണപ്രദമാവുന്നതാണ്. അപ്പം മദ്രസകളിൽ അവിടുത്തെ മതപാഠങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇത് വേണമെങ്കിൽ ഒരു പ്രത്യേക പാഠം പോലെയാക്കി ഇതൊക്കെയാണ് ലഹരികൾ, ഇതുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭീകരാവസ്ഥ ഇങ്ങനെയാണ്, ഇതുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങൾ ഇതാണ്, ഇത് നിങ്ങളുടെ ജീവിതം മുടിപ്പിച്ച് കളയുന്നതാണ് എന്ന ഒരു പാഠം വളരെ ചെറുതിലേ കൊടുത്താൽ കുറച്ചുകൂടി ഗുണകരമാവില്ലേ ശ്രീ ഷുഹൈബ് മൗലവി? ഈ മദ്രസാ പഠനം എന്നൊക്കെ പറയുമ്പോൾ എന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ ഒരു ആത്മീയത നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പഠനം വികസിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നിശ്ചിത കാലം പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കാര്യമായിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കായിരിക്കും പോവുക. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മതപഠന രംഗത്തേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. എല്ലാവരും അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് പ്രായോഗികവുമല്ല. അതുകൊണ്ട് ഈ പുതിയ സമൂഹം, ആ പുതിയ സമൂഹത്തിലുള്ള ദുരാചാരങ്ങളും അതിനെതിരെയുള്ള ബോധവൽക്കരണവും, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ മദ്യം, ലഹരി, ആ ലഹരിയുടെ അപകടങ്ങൾ, അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള വശങ്ങൾ, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ബോധവൽക്കരണം കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകണം. സിലബസിൽ ഒരു മാറ്റമുണ്ടാക്കുക എന്നതിനപ്പുറത്ത് നിലവിലുള്ള സിലബസ് ആണെങ്കിൽ പോലും ഈ പുതിയ വാർത്തകളുടെയും ഈ പുതിയ വിവരങ്ങളുടെയുമൊക്കെ അടിസ്ഥാനത്തിൽ ലഹരി പോലുള്ള സാമൂഹിക തിന്മകളിൽ നിന്ന്
അകന്ന് നിൽക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനം ലഭിക്കത്തക്ക രീതിയിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ലഹരിയോടുള്ള ഒരു അറപ്പും വെറുപ്പും അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഉത്ബോധനങ്ങളും ക്ലാസ്സുകളും ഒക്കെയാണ് നമ്മുടെ മദ്രസകളിൽ നിന്ന് ലഭിക്കേണ്ടത്. എക്സാക്ട്ലി, താങ്ക് യു സുഹൈബ് മൗലവി. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കറക്റ്റ് വാക്കാണത്, അറപ്പും വെറുപ്പും തന്നെ ഉണ്ടാവണം. ഏറെ ചെറുപ്രായത്തിലെ തന്നെ, കുഞ്ഞിലെ തന്നെ ഇത് സംഭവം എന്താണെന്ന് വളരെ കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ ഒരു കാലത്തും ഒരു തവണ പോലും ഉപയോഗിച്ച് നോക്കാൻ കഴിയാത്തവണ്ണം ഇതിനോട് വലിയ വെറുപ്പ് എന്ന് പറഞ്ഞാൽ ലഹരിയോട്, മയക്കുമരുന്നിനോട് വലിയ വെറുപ്പ് അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിക്കുകയും വേണം.